ഹായ് ഹലോ എല്ലാവർക്കും ഏറ്റവും പുതിയ മൂവി റിവ്യൂലേക്ക് സമ്മർ ചാനൽ നമ്മുടെ ലോകേഷ് കനകരാജിന്റെ ഏറ്റവും പുതിയ ചിത്രമായിട്ടുള്ള പ്രതീക്ഷയുടെ കാത്തിരുന്ന LCU ആണോ അല്ലേ എന്നുള്ള അതിനെ തീരുമാനമാക്കിക്കൊണ്ട് തന്നെ കൂലി റിലീസ് ചെയ്തിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് റിവ്യൂ നമ്മുടെ ചാനൽ ചെയ്തിട്ട് ഒരു ഷോർട്ട് റിവ്യൂ ആണ്. ലോകേഷ് കനകരാജാണ് ഡയറക്ഷൻ സ്ക്രിപ്റ്റും ചെയ്തിട്ടുള്ളത്. അനുദാനം മ്യൂസിക്, ഫൺ പിക്ചേഴ്സ് ആണ് നിർമ്മാണാവകാശം ഏറ്റവും എടുത്തിട്ടുള്ളത്. അപ്പോൾ കാശി നോക്കി കഴിഞ്ഞാൽ നമ്മുടെ സൂപ്പർ സ്റ്റാർ രജനികാന്ത്, അതുപോലെ തന്നെ അമീർ ഖാൻ, ഉപേന്ദ്ര, നാഗാർജുന, സത്യരാജ്, സോബിൻ സാഹിർ, സുധിഹാസൻ തുടങ്ങിയ പ്രധാനമായും കാസ്റ്റിംഗ് വരുന്ന പ്രത്യേകതയും കൂലിക്കുണ്ട്. അപ്പോൾ കൂലിക്ക് ഇതിൽ കൂടുതൽ കാത്തിരിക്കാൻ എന്താണെന്ന ചോദ്യത്തിന് വേറെ ഒന്നുമില്ല. കാരണം ഒരു പാൻ ഇന്ത്യൻ വേൾഡ് എന്ന് പറഞ്ഞ പോലെ തന്നെ പാനിൽ നിന്നും എല്ലാ ലാംഗ്വേജിൽ നിന്നും ഒരുപാട് താരങ്ങൾ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. അത്രയും പവർഫുൾ ആയിട്ടുള്ള താരങ്ങൾ. അപ്പോൾ ഇത്രയേറെ താരങ്ങളെ കൊണ്ട് നിർത്തിയിട്ടും എന്തുകൊണ്ടാണ് കൂലിക്ക് ഒരു 5 പൈസ കൂലിയായി മാറ്റിയത് കണ്ടപ്പോൾ എനിക്ക് വളരെ ദയനീയമായിട്ടുള്ള അവസ്ഥ തന്നെയായിരുന്നു. പരിതാപകരം തന്നെയാണ്. കാരണം അതിന് ഉത്തരമായി കിട്ടുന്നുണ്ട്. ഒരു കാജാവീടിയുടെ വില പോലും ഈ പടത്തിന് കിട്ടുന്നില്ല. കാരണം അതാണ് പടത്തിൻ്റെ അവസ്ഥയായിട്ട് എനിക്ക് കണ്ടപ്പോൾ അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. കാരണം ഇതെന്തത് കാരണം ഡീറ്റെയിലായി തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എനിക്കിതിൽ പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ വളരെ വീക്കായിട്ടുള്ള ഒരു തിരക്കഥ തന്നെയാണ്. ഡയറക്ഷൻ ഓക്കെ ലെവലിൽ നിൽക്കുമ്പോൾ തിരക്കഥയും രണ്ടും ഒരു വ്യക്തി അതുകൊണ്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നു. വളരെ വീക്കായിട്ടുള്ള തിരക്കഥ നമ്മൾ കണ്ട് പഴകി പോയിട്ടുള്ള ആ തിരക്കഥയും അതുപോലെ തന്നെ ഇപ്പോൾ ഇപ്പോഴും പാസം ലോകേഷിനെ പോലുള്ള വ്യക്തിയൊക്കെ പാസമായിട്ട് വരുന്നൊക്കെ വലയ്ക്കുമ്പോൾ വളരെയധികം ഇമോഷണലി ഏതുവരെ കട്ടാവുന്നില്ല. അതാണ് ഏറ്റവും വലിയ ഒരു പോരായ്മ എനിക്ക് തോന്നുന്നു. പാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പാസങ്ങളുണ്ട്. മക്കൾ പാസം, തങ്കച്ചി പാസം, അണ്ണം പാസം, സഹോദര പാസം എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പാസം വരുന്നുണ്ട്. സുഹൃത്ത് പാസം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഈ പാസങ്ങളൊക്കെ വാരി വിതറുന്നുണ്ട്. രജനികാന്ത് കിടന്ന് കരയുണ്ട് ഈ പടത്തിൽ കിടന്നിട്ട് എന്തൊക്കെയോ കാട്ടി കൂട്ടുന്നു. അതുപോലെ തന്നെ പ്രകടനത്തിൻ്റെ കാര്യത്തിൽ പറയാച്ചാൽ എനിക്ക് തോന്നുന്നു ബെറ്റർ എന്ന് തോന്നുന്ന സുധിഹാസൻ്റെ പ്രകടനമായിരിക്കാം എനിക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത്. ബാക്കിയൊക്കെ അതിന് താഴത്ത് വരുന്നുള്ളൂ. രജനികാന്ത് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ഈ പ്രായത്തിൽ ചെയ്യാൻ പറ്റുന്ന തരത്തിൽ പ്രകടനങ്ങളൊക്കെ ഒരുക്കി വെച്ചു. ഇതിൽ എനിക്ക് കോമഡി പീസായിക്കൽ 2-3 വ്യക്തി വന്നു. സോബിൻ സാഹിർ, അതുപോലെ തന്നെ അമീർ ഖാൻ, അതുപോലെ നമ്മുടെ നാഗാർജുന. ഈ മൂന്നിനെയും പിടിച്ചിട്ട് ഒരു കോമഡി സൈക്കിൾ. നാഗാർജുനക്ക് അവസാന ഭാഗത്ത് എന്തൊക്കെയോ കാട്ടി കൂടുന്നുണ്ട്. എങ്ങനെ തീർത്താൻ കിട്ടിയ എന്നുള്ള അവസ്ഥ തന്നെയായിരുന്നു. അതുപോലെ ഡ്യൂറേഷൻ വളരെ പടത്തിന് നല്ല രീതിയിൽ തന്നെ ബാധിച്ച് നെഗറ്റീവായിട്ടാണ് എനിക്ക് കണ്ടപ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. ഉപേന്ദ്ര റോക്ക് ലെവൽ പ്രകടനമായി കാഴ്ചവെച്ചു. അതിന് ഇതിൻ്റെ പണ്ടത്തെ പാട്ടടിയും അതുപോലെ തന്നെ പണ്ടത്തെ സീരിയലൊക്കെ വീണ്ടും കോപ്പി അടിച്ചുള്ള പരിപാടി തന്നെയാണ്. എനിക്ക് സൺ പിക്ചേഴ്സിലൊക്കെ പണ്ട് സീരിയലൊക്കെ കൊണ്ടുമ്പോൾ ഇതുണ്ട് തജം 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 ആ പരിപാടി ഞാനൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ കൂലിയെ കുറിച്ച് പറയുമ്പോൾ എനിക്കൊരു ബിലോ എവറേജ് അനുഭവമായിട്ട് തോന്നിയില്ല. ഒരു കാജാവീടി കൂലി കണ്ടപ്പോൾ ഉള്ള അവസ്ഥ തന്നെയാണ്. അതായത് നമ്മുടെ വീടിക്കഥ. ആ വീടിക്കഥ എന്താണെന്ന് പറയാൻ ഡീറ്റെയിൽ നമ്മുടെ ചാനലിൽ റിവ്യൂ കൊടുത്തിട്ട് കണ്ടു നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞാൻ സപ്പോർട്ട് ചെയ്യും. ബൈ.